Hello everyone, welcome to Commerce Classroom. Calicut University 5th Sem bcom വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ അതിന്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഭാഗം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ഏകദേശം ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നിർത്തി നോക്കാം. 2022 നവംബർ അഥവാ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. 2 മാർക്കിന് ചോദിച്ചത് എക്സ്പ്ലെയിൻ ക്രോസ് സെക്ഷണൽ സർവേ, ടൈപ്സ് ഓഫ് സർവേയുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ഡാറ്റ വാലിഡേഷൻ, വാട്ട് ഈസ് നോട്ട് ഓൺ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്നുള്ളത്. ദെൻ വാട്ട് ഈസ് പ്രിപ്പോസിഷൻ, ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നതാണ് ഇതൊക്കെ. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് നിർബന്ധമായിട്ട് നോക്കുക. ദെൻ ഡിസ്ക്രൈബ് റിലയബിലിറ്റി, ആ ഒരു ടേമുകളൊക്കെ 2 മാർക്കിനാണ് ചോദിക്കുക കേട്ടോ, ഓരോന്ന്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ എഡിറ്റിംഗ് ഓഫ് ഡാറ്റ, എക്സ്പ്ലെയിൻ കൺകറന്റ് വാലിഡിറ്റി, അപ്പോൾ ടൈപ്സ് ഓഫ് വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദെൻ റൈറ്റ് നോട്ട് ഓൺ സോഷ്യൽ റിസർച്ച്, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്താണ്. ദെൻ വാട്ട് യു മീൻ ബൈ കോംപ്രഹെൻഷൻ, റൈറ്റ് എ നോട്ട് ഓൺ ഫണ്ടമെന്റൽ റിസർച്ച്, അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ വാട്ട് ഈസ് ക്ലസ്റ്റർ അനാലിസിസ്, ഡിഫൈൻ റിസർച്ച് ഡിസൈൻ എന്താണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി, അപ്പോൾ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 2-3 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓർ എയിംസ് ഓഫ് റിസർച്ച്, റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഓഫ് എ തിയറി, തിയറി ഫോർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡക്ഷനും ഡിഡക്ഷനും തമ്മിൽ ഡിഫറൻസ് എന്താണ്. ദെൻ റൈറ്റ് ആൻഡ് ഷോർട്ട് നോട്ട് ആണ് സാമ്പിളിംഗ് എറർ, എന്തൊക്കെയാണ് സാമ്പിളിംഗ് എറർ എന്നുള്ളത്. സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും പഠിച്ചിട്ടുണ്ട്. സാമ്പിളിംഗ് എററുമായി ബന്ധപ്പെട്ട് എഴുതാനാണ്. Then what are variables? Explain different types of variables. ഒരുപാട് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട് അല്ലേ, എക്സ്ട്രാനിയസ് വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. Then list out the objectives of tabulation. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആൻഡ് കാഷ്വൽ റിസർച്ച്. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ചിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. Then what is measurement and what are the levels of measurement? മെഷർമെന്റ് എന്താണ്, അതിന്റെ ലെവൽസ് എന്തൊക്കെയാണ്. Then റിസർച്ച് ഡിഫൈൻ ചെയ്യാൻ എക്സ്പ്ലെയിൻ ഇസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്, ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ റിസർച്ച് പ്രോസസ്, റിസർച്ച് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ദെൻ ഡിസ്ക്രൈബ് ദ ലേ ഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ട് ലേ ഔട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. Then state the features and important concept relating to research design. Research design മായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. Then what you mean by scaling എന്താണ്. Explain frequently used scaling techniques in social science. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഏതൊക്കെ ടെക്നിക് ആണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലായി. റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ടും ടൈപ്സ് ഓഫ് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 2017-18 അഡ്മിഷൻ പ്രകാരമുള്ള കുട്ടികൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ അവർക്കുണ്ട്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഒന്നാമതാണ് വാട്ട് ഈസ് മീൻഡ് ബൈ കാഷ്വൽ റിസർച്ച്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് കുറെ ചോദിച്ചിരുന്നു അല്ലെ. Then why the meaning of deduction in research, അതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിഡക്ഷൻ ഇൻഡക്ഷൻ പറഞ്ഞു അല്ലെ. Then how will you ensure validity of research, അപ്പൊ എന്താണ് വാലിഡിറ്റി എന്നുള്ള കാര്യം എന്തായാലും നിർബന്ധമായിട്ട് നോക്കി വെക്കണം കേട്ടോ. Then what is the basis of deciding sample size, sample size ഡിസൈഡ് ചെയ്യാനുള്ള ബേസ് എന്താണെന്നുള്ളത്. Then what are the various types of data, primary data, secondary data ഒക്കെ വരുന്നില്ല. Then describe briefly factor analysis എന്താണ്. Then what is coding, what is meant by independent variable, എന്താണ്, ഡിപെൻഡന്റ് വേരിയബിൾ എന്താന്ന് നോക്കി വെക്കുക. ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് ദ വേരിയസ് ലെവൽസ് ഓഫ് മെഷർമെന്റ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു. Then what is meant by hypothesis, അതും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഹൈപ്പോത്തിസിസ് ടെസ്റ്റ്.
ദെൻ കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ് എന്നുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ വേരിയസ് സർവേ മെത്തേഡ്സ്. ഏതൊക്കെ തരത്തിലുള്ള സർവേ മെത്തേഡ്സ് ആണുള്ളത്. ദെൻ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. അപ്പോൾ റിസർച്ച് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നിർബന്ധമായിട്ട് നോക്കി വെക്കുക കേട്ടോ. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് സ്കെയിൽസ്. അത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം റെഗുലർ എക്സാമിന് ചോദിച്ചിരുന്നു. ദെൻ എക്സ്പ്ലെയിൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്താണ്. ദെൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഫാക്ടർ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഫാക്ടർ അനാലിസിസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ദെൻ വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് മീഡിയൻ മോഡൊക്കെ എന്താണ് കേട്ടോ. ദെൻ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിന്റെ ഫേസസ്. ദെൻ വാട്ട് ഈസ് സാമ്പിളിംഗ്, വാട്ട് ആർ ദ ടെക്നിക് ഓഫ് സാമ്പിളിംഗ് ടെക്നിക് എന്തൊക്കെയാണുള്ളത്. ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഡാറ്റ കളക്ഷന്, സാമ്പിളിംഗ്, ബിസിനസ് റിസർച്ച് ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് 2021 നവംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, റെഗുലർ സ്റ്റുഡൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിന് എന്താണ്, വാട്ട് ഈസ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. എന്താണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. ദെൻ എക്സ്പ്ലെയിൻ എത്തിക്സ് ഇൻ റിസർച്ച്. റിസർച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദെൻ റൈറ്റ് എ ഷോർട്ട് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഡാറ്റയും അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്തു വെക്കുക. ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ പോപ്പുലർ റിപ്പോർട്ട്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട, റിസർച്ച് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ കോംപ്രഹെൻഷൻ. എന്താണ് കോംപ്രഹെൻഷൻ. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ടൈപ്പ് 2 എറർ. അപ്പൊ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും നമ്മൾ നോക്കി വെക്കണം കേട്ടോ നിർബന്ധമായിട്ടും. ദെൻ എക്സ്പ്ലെയിൻ ടോൺ ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ഈസ് ക്ലസ്റ്റർ അനാലിസിസ്. എന്താണ് ക്ലസ്റ്റർ അനാലിസിസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിസർച്ച് എന്താണ്. ദെൻ ലോങ്ങിറ്റ്യൂഡിനൽ സർവേ. അപ്പൊ സർവേയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ഇൻഡെക്സ് നമ്പർ എന്താണ്. ദെൻ കമന്റ് ഓൺ കാനോണിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്. ദെൻ വാട്ട് യു മീൻ ബൈ പ്രിപ്പോസിഷൻ. ഒന്നാമത്തെ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ പ്രഡിക്റ്റീവ് വാലിഡിറ്റി. അപ്പൊ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, പല തവണയായിട്ട് ചോദിച്ചതാണ്. ദെൻ മീനിങ് ഓഫ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്താണുള്ളത്. ഇനി 5 മാർക്കിനെ ചോദിച്ചെന്ന് നോക്കാം നമുക്ക്. ഡിഫൈൻ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിസ്ക്രൈബ് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് പ്രോബ്ലം ടു ബി കൺസിഡേർഡ് ബൈ റിസർച്ചർ. റിസർച്ചർ കൺസിഡർ ചെയ്യേണ്ട റിസർച്ച് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട അതിന്റെ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ്. സ്റ്റെപ്സ് ഇൻ സാമ്പിൾ ഡിസൈൻ. അപ്പൊ സാമ്പിൾ ഡിസൈൻ ഒക്കെ, റിസർച്ച് ഡിസൈൻ ഒക്കെ നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. ദെൻ ഡിഫറൻഷിയേറ്റ് ഫണ്ടമെന്റൽ ഓർ ബേസിക് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. അത് തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ. അപ്പൊ ടൈപ്സ് ഓഫ് റിസർച്ച് എന്തായാലും നോക്കണം. ദെൻ വാട്ട് യു മീൻ ബൈ അനാലിസിസ് ഓഫ് ഡാറ്റ. എന്താണ് അനാലിസിസ് ഓഫ് ഡാറ്റ, അതുപോലെ തന്നെ എന്താണ് അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്. ദെൻ മറ്റൊന്ന് സ്റ്റേറ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ദെൻ ഡിഫറൻഷിയേറ്റ് സബ്ജക്ടിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ഇൻ റിസർച്ച്. പോയിന്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അപ്പൊ കുറച്ചൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചത് നരേറ്റ് ദ ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ടാബുലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ്. ദെൻ ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് റിസർച്ച്. അപ്പൊ റിസർച്ചുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ മീനിങ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ റിസർച്ചിന്റെ ലേഔട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് 2021 നവംബറിൽ 2017 അഡ്മിഷൻ പ്രകാരം ചോദിച്ചിട്ടുള്ള അഥവാ സപ്ലിമെന്ററി സ്റ്റുഡൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം നമുക്ക്. ഡിസ്ക്രൈബ് ബ്രീഫ്ലി എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എന്താണ് ടൈപ്സ് ഓഫ് റിസർച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ എന്താണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷനും ഡിഡക്ഷൻ ഒന്ന് നോക്കി വെക്കുക. സ്കെയിലിംഗിന്റെ ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ സർവേ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എസ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ യൂണിവേരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടതാണ് അല്ലെ. ദെൻ 1 tailed ടെസ്റ്റ് എന്താണ്, അതുപോലെ 2 tailed ടെസ്റ്റ് എന്താണെന്ന് നോക്കി വെക്കുക.
ദെൻ വാട്ട് ഈസ് മീൻ ബൈ മെഷർമെന്റ് എന്താണ്? ടൈപ്പ് 1 എറർ ആണ്. ഇത് ഒരു പ്രാവശ്യം മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ, ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. ദെൻ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പല തവണകളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച്, റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. ദെൻ ഹൗ വിൽ യു ഫോർമുലേറ്റ് റിസർച്ച് ഹൈപ്പോത്തിസിസ്, എങ്ങനെയാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻഡക്ഷനും ഡിഡക്ഷനും തമ്മിൽ ഡിഫറൻസ് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടതാണ് അല്ലെ. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ്. അപ്പൊ അതെന്തായാലും ഓർത്ത് വെക്കുക. ദെൻ മൾട്ടി വേരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഡിസ്ക്രൈബ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ എത്തിക്സ് ഇൻ റിസർച്ച്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചത് തന്നെ പല തവണകളായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ സാമ്പിളിംഗ് എന്താണ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക് ഇൻ ഡീറ്റെയിൽ, ഇപ്പോൾ ടെക്നിക് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചോദിച്ചിട്ടുണ്ട്. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റേജസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദെൻ റിസർച്ച് ഡിസൈൻ എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് ഡിസൈൻ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ടുള്ളൂ, 4-മത്തേതാണ് നോക്കുന്നത്. അതിൽ ഇങ്ങനെ ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് 2021 തന്നെ 2014 അഡ്മിഷൻ പ്രകാരം ചോദിച്ചത്, 2021 3-മത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത്. റെഗുലർ പിന്നെ സപ്ലിമെന്റ് 2017 അഡ്മിഷനും 14 അഡ്മിഷനും. അപ്പൊ ഇവർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഏകദേശം ധാരണ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. ദെൻ എന്താണ് സോഷ്യൽ റിസർച്ച്, ദെൻ റിസർച്ച് റിപ്പോർട്ട് എന്താണ്, റിസർച്ച് പ്രോബ്ലം എന്താണ്, അതുപോലെ തന്നെ സാമ്പിൾ ഡിസൈൻ. അപ്പൊ റിസർച്ചുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും കേട്ടോ. ടൈപ്സ് ഓഫ് റിസർച്ച്, അതുപോലെ തന്നെ ഡിസൈൻ, സാമ്പിൾ ഡിസൈൻ, റിസർച്ച് ഡിസൈൻ ഒക്കെ. സ്കെയിലിംഗ് ടെക്നിക്ക് എന്താണ്, ക്വസ്റ്റ്യർ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ക്വസ്റ്റ്യർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും നോക്കി വെക്കണം കേട്ടോ. ദെൻ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്, അപ്പൊ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും നോക്കി വെക്കാം. റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, അതിന് പരമാവധി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണെന്നുള്ളത്. ഇനി ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റോൾ ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ഇൻ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ലിറ്ററേച്ചർ റിവ്യൂമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ റോള് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ റെഫറൻസസും ബിബ്ലിയോഗ്രഫിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ദെൻ സിഗ്നിഫിക്കൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്, അപ്പോൾ തീർച്ചയായിട്ടും റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ദെൻ വാട്ട് ആർ ദ റിക്വിസിറ്റ്സ് ഓഫ് എ ഗുഡ് റിസർച്ച് പ്രോബ്ലം, റിസർച്ച് പ്രോബ്ലത്തിന്റെ ആവശ്യമായിട്ടുള്ള റിക്വിസിറ്റ്സ് എന്തൊക്കെയാണ്. ദെൻ വാട്ട് യു മീൻ ബൈ റിസർച്ച് വേരിയബിൾ, റിസർച്ച് വേരിയബിൾ എന്താണ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് കേസ് സ്റ്റഡി മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡുമായി ബന്ധപ്പെട്ട് അതിന് വരുന്ന ലിമിറ്റേഷൻസ് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ചോദിച്ചത്. വൈ ഷുഡ് റിസർച്ചർ റിവ്യൂ ഏർലിയർ റിസർച്ച് സ്റ്റഡീസ് റിലേറ്റിംഗ് ടു എ ടോപ്പിക്, ഒരു റിസർച്ച് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് റിസർച്ച് റിവ്യൂ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്, സാമ്പിളിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് സാമ്പിളിംഗ് ടെക്നിക്സ് ഓർ മെത്തേഡ്സ്, സോഷ്യൽ സയൻസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ പ്രൈമറി ഡാറ്റ എന്താണ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് എംപിരിക്കൽ മെത്തേഡ്സ് യൂസ് ഫോർ കളക്ടിങ് ഡാറ്റ, കളക്ടിങ് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്. ദെൻ റിസർച്ച് ഡിസൈൻ എന്താണ്, അതിന്റെ എസെൻഷ്യൽസ് ആൻഡ് കോമ്പോണൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 2020 ചോദിച്ചോ, 21, 22 നമ്മൾ പറഞ്ഞു. അപ്പൊ ഏകദേശം 5 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. പിന്നെ 20 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം 2 മാർക്കിന് ചോദിച്ചത് നോക്കാം നമുക്ക്. വാട്ട് ഈസ് എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്. ദെൻ എക്സ്ട്രാനിയസ് വേരിയബിൾ, ടൈപ്സ് ഓഫ് വേരിയബിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. ദെൻ വാട്ട് ആർ എക്സ്പെരിമെന്റൽ എഫക്ട് എന്താണ്, ഒരു ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ എ സാമ്പിൾ, സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്. റിലയബിലിറ്റി, റിലയബിലിറ്റി വാലിഡിറ്റി ഒക്കെ എന്തായാലും പഠിച്ചു നോക്കണം കേട്ടോ. ദെൻ പൈലറ്റ് സ്റ്റഡി എന്താണ്. ദെൻ കേസ് സ്റ്റഡിയുടെ പർപ്പസ് എന്താണ്, എന്താണ് സെറ്റ് സ്കോർ എന്ന് പറയുന്നത്, പാർഷ്യൽ കോറിലേഷൻ എന്താണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം നമ്മൾ പ്രീവിയസ് മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ. ദെൻ
എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചത് വാട്ട് ഈസ് എ പാരാമെട്രിക് ടെസ്റ്റ്, അതിന്റെ പവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ടൈപ്സ് ഓഫ് വേരിയബിൾസും അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എക്സ്പ്ലെയിൻ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്താണെന്നുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യന്റെ എന്തൊക്കെ തരത്തിലുള്ള ക്വാളിറ്റീസ് ആണുള്ളത്. എന്താണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, അതിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റാൻഡം സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ ടൈപ്പ് ആണ് പറഞ്ഞത് കേട്ടോ. ദെൻ മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസി, അതിന്റെ ടൈപ്പ്. ദെൻ ബൈവേരിയേറ്റ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. ദെൻ എസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, അതുപോലെ തന്നെ വേരിയസ് സാമ്പിളിംഗ് മെത്തേഡ്സ്, റിസർച്ച് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്. ഇനി